അല്ല, ഈ തമിഴിലൊരു പിന്നെ എന്താണ് ആ പടത്തിൻ്റെ പേര്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സംഗീതമൊന്നും ഒരു സംബന്ധമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ പണ്ട് ചെറിയ കാലത്തിലൊക്കെ ഞാൻ എല്ലാം ദാസേട്ടനാണ് ക്രെഡിറ്റ് കൊടുത്തിരുന്നത്. പാടുന്നതും മ്യൂസിക് ചെയ്യുന്നതും എഴുതുന്നതും ഒക്കെ ദാസേട്ടനായിരുന്നു എൻ്റെ വിചാരം. അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അത്രയ്ക്ക് നല്ല ഒരു പാട്ട് ചെയ്തു മൊത്തം ചെയ്ത് അല്ല, സത്യമായിട്ട് എനിക്കന്ന് അറിയില്ലായിരുന്നു കേട്ടോ നേരത്തെ. അത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മർഫി റേഡിയോ, പണ്ട് എൻ്റെ ചെറിയ കാലത്തിൽ ആ മർഫി റേഡിയോ വെച്ചിട്ട് ഞാൻ ചുറ്റി നടന്നു നോക്കിയിട്ടുണ്ട്. ഇതിനകത്തിരുന്ന് ആരും എങ്ങനെ പാടുന്നേ, അത്രയ്ക്കും നല്ല വിവരമുണ്ടായിരുന്നു എന്നിട്ടോ. അപ്പോൾ ഈ കുറേ നാൾ, പക്ഷെ തുടക്കത്തിലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പോലും ശരിക്കും അറിയില്ലായിരുന്നു എന്ന് തന്നെ പറയണം. എന്താ മാഷ് ചെയ്യുന്നത്, മാഷ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ട് ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ എനിക്കത് എൻ്റെ എന്താ പറയുക, നമ്മളൊക്കെ ദേവരാം മാഷിൻ്റെയും മർത്തി മാഷൊക്കെ പാട്ട് കേട്ട് വളർന്നവരാണ്. അപ്പം അതുപോലെ ഇല്ലല്ലോ, എന്താ ഇങ്ങനെ മാഷ് മാറ്റി ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഭയങ്കര വാനോളം പുകഴ്ത്തുന്നു, എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. സത്യം ശരത്തെ ചൂളാലെ പാട്ട് കേട്ടിട്ട് താരകയെ കൊണ്ട് തന്നെ കേൾപ്പിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷം കേൾപ്പിക്കുന്ന സമയത്ത് ശരി എനിക്കങ്ങോട്ട് ആദ്യം ട്യൂണൊന്നും കേട്ടിട്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതന്ന് വേറെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും അറിയില്ലല്ലോ. ആദ്യം എന്നെ കൊണ്ടൊന്ന് പാട്ട് കേൾപ്പിച്ച് ഞാൻ രവിയോട് ചോദിച്ചു, എന്ത് രവിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാ. മനോഹരമായിട്ടൊരു പാട്ട് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞ് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചിട്ട്. അതല്ല, ഈ ദേവരാം മാഷൊക്കെ ഇതുപോലെ അല്ലല്ലോ ചെയ്യുന്നേ, ദേവരാം മാഷ് മർത്തി മാഷ് ഇങ്ങനെയല്ലേ, എന്താ ഇങ്ങനെ മാറ്റി ചെയ്തിരിക്കുന്നേ. അപ്പോഴാണ് പറഞ്ഞത്, മാറ്റി ചെയ്താലല്ലേ ഞാൻ ചെയ്തോളൂ, അത് ദേവരാം മാഷ് എന്താ പാട്ടായി പോകില്ലേ. പക്ഷെ എനിക്കത് മനസ്സിലാക്കി വരാൻ കുറേ നാൾ പിടിച്ചെന്നുള്ളതാണ്. ഈ മാഷിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്തോറുമാണ് അതിൻ്റെ ആസ്വാദ്യത കൂടുന്നല്ലേ. താരകയെ ഒരു 4-5 വട്ടം കേട്ടപ്പോൾ മനസ്സിലായി താരകയുടെ മഹത്വം. ശരിക്കും പറഞ്ഞാൽ ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പാട്ട് താരകയാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള പാട്ടാണ് വന്നിട്ട്.